ക്രിസ്തുമസ് പുതുവത്സര യാത്രയ്ക്കായി ഇനി ആരും ട്രെയിൻ ടിക്കറ്റ് നോക്കേണ്ട. ഒറ്റ ട്രെയിനിലും ടിക്കറ്റ് ഇല്ല. ഒന്നുകിൽ ക്ഷമിക്കണം എന്ന അറിയിപ്പ്, അല്ലെങ്കിൽ ലഭ്യമല്ല എന്ന അറിയിപ്പ്. ഇതാണ് റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പിന്നെയുള്ളത് 100 കഴിഞ്ഞ വെയിറ്റിംഗ് ലിസ്റ്റ്. ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഡൽഹി, മുംബൈ തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അവധിക്കെത്താൻ കാത്തിരിക്കുന്നവർക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കാതെ ഇരുട്ടടി കൊടുക്കുകയാണ് നമ്മുടെ റെയിൽവേ. ചെന്നൈയിൽ നിന്ന് പാലക്കാട് വഴിയുള്ള തിരുവനന്തപുരം AC സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, തിരുവനന്തപുരം മെയിൽ, ആലപ്പി സൂപ്പർഫാസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്, ചെന്നൈ വഴി ഓടുന്ന രപ്തിസാഗർ എക്സ്പ്രസ്, ടാറ്റ എറണാകുളം എക്സ്പ്രസ്, ധൻബാദ് ആലപ്പി, മുംബൈ കന്യാകുമാരി എക്സ്പ്രസ് തുടങ്ങി ഒന്നിലും ഡിസംബറിലും ജനുവരിയിലേക്കും ഒരു ടിക്കറ്റും ലഭിക്കുന്നില്ല. ട്രെയിനുകളുടെ എണ്ണം ചെന്നൈയിലേക്കുള്ളതിനേക്കാൾ കുറവായതിനാൽ ബാംഗ്ലൂരിൽ നിന്നുള്ള യാത്രക്കാരുടെ സ്ഥിതി ഇതിലും കഷ്ടമാണ്. ബോംബെയിൽ നിന്നോ ഹൈദരാബാദിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ ഇനി ടിക്കറ്റുകൾ നോക്കുകയേ വേണ്ട. മാസങ്ങൾക്ക് മുമ്പേ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊച്ചുവേളി, ഹംസഫർ, എറണാകുളം എക്സ്പ്രസ്, ഐലൻഡ് എക്സ്പ്രസ്, യശ്വന്ത്പൂർ, കണ്ണൂർ തുടങ്ങി ട്രെയിനുകളെല്ലാം ഫുള്ളായി കഴിഞ്ഞു. ഷൊർണൂർ വഴിയുള്ള ട്രെയിനുകളുടെ സ്ഥിതിയും ഇതുതന്നെയാണ്. ഇതു മാത്രമല്ല, ജോലിക്കും മറ്റുമായി ഇതര സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർക്ക് 20-ന് സ്കൂൾ അടച്ച് കുടുംബത്തോടൊപ്പം നാട്ടിലെത്തണമെങ്കിലും ദുരിതമാണ്. മാവേലി, മലബാർ, ഏറനാട്, വേണാട്, പരശുറാം, പാലരുവി, നേത്രാവതി തുടങ്ങി പകലും രാത്രിയിലും ഓടുന്ന ട്രെയിനുകളിൽ സമാന സ്ഥിതിയാണ്. ശബരിമല സീസൺ കൂടി ആയതിനാൽ ദിവസ ട്രെയിനുകളിൽ പോലും വൻ തിരക്കാണ്. കൂടുതൽ ടിക്കറ്റുകൾ വെയിറ്റിംഗ് ലിസ്റ്റിലാക്കി തൽക്കാൽ പ്രീമിയം, തൽക്കാൽ ടിക്കറ്റുകൾ ജനങ്ങളെ അടിച്ചേൽപ്പിച്ച് ജനങ്ങളിൽ നിന്നും കൂടുതൽ പണം കൊള്ളയടിക്കുകയാണ് റെയിൽവേ ചെയ്യുന്നതെന്ന് പരക്കെ ആക്ഷേപം ഉയരുന്നു. പാലക്കാട് നിന്ന് ചെന്നൈയിലേക്ക് ചെന്നൈ മെയിൽ സ്ലീപ്പറിന് 355 രൂപയാണ് നിരക്ക്. തൽക്കാലാണെങ്കിൽ 450-ഉം പ്രീമിയം തൽക്കാലാണെങ്കിൽ 580 രൂപയും നൽകണം. തേർഡ് AC-ക്ക് 935 രൂപയാണ്. തൽക്കാലിന് 1250-ഉം പ്രീമിയം തൽക്കാലിന് 2405 രൂപയും നൽകണം. ടിക്കറ്റുകൾ വെയിറ്റിംഗ് ലിസ്റ്റിലും RAC-യിലും ആകുമ്പോൾ ദീർഘദൂര യാത്രക്കാർ തൽക്കാലിനെ ആശ്രയിക്കും. റെയിൽവേക്ക് അധിക നിരക്ക് കൂട്ടണമെന്ന് മാത്രമല്ല, ടിക്കറ്റ് റദ്ദാക്കിയതിൻ്റെ ചാർജ് ഉൾപ്പെടെ ഇരട്ടി ലാഭമാണ്. ഇരുന്ന് യാത്ര ചെയ്യാൻ മാത്രം സൗകര്യമുള്ള RAC-യിലും സ്ലീപ്പറിന്റെ നിരക്കാണ് ഇപ്പോൾ ഈടാക്കുന്നത്. ഈ അവസരം മുതലെടുത്ത് ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് പുറപ്പെടുന്ന മൾട്ടി ആക്സിൽ വോൾവോ ബസ്സുകൾക്ക് ഇപ്പോൾ സാധാരണ നിരക്കിൽ നിന്നും ഇരട്ടിയിലും 2 ഇരട്ടിയിലും അധികം ചാർജാണ് മുൻകൂർ ബുക്കിങ്ങിനായി ഏജൻസികൾ ഈടാക്കുന്നത്. എല്ലാ സീസണുകളിലും ഇത്തരത്തിലുള്ള പകൽ കൊള്ള റെയിൽവേയും മറ്റ് സ്വകാര്യ ഏജൻസികളും നടത്തുമ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രീതിയാണ് സർക്കാരുകൾ അവലംബിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് നാട്ടിലെത്താൻ വേണ്ട സഹായങ്ങൾ റെയിൽവേയും ഒപ്പം KSRTC അടക്കമുള്ള സർക്കാർ സർവീസുകളും സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന നിലയ്ക്ക് ചാർജുകൾ ഫിക്സ് ചെയ്ത് ബുക്കിംഗ് പുനരാരംഭിച്ച്
എല്ലാവർക്കും സുഗമമായി അവധിക്കാലം ആഘോഷിക്കാൻ, അവരുടെ ബന്ധുക്കളെ കാണാൻ കേരളത്തിലേക്ക് എത്തിച്ചേരുന്നതിനും തിരിച്ച് അവധിക്ക് ശേഷം അവർക്ക് അവരവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് ഇവർക്ക് സർക്കാരുകളോട് പറയാനുള്ളത്. നേരിന്റെ വാർത്തകൾ അറിയാൻ സാഗ് ന്യൂസ് കാണുക. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.